ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവരും ഇന്ന് സന്തോഷത്തോടെ ദൈവകൃപയോടെ ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൽ കർത്താവ് വലിയ കാര്യങ്ങളാണ് നമ്മുടെ നടുവിൽ ചെയ്യുവാനായിട്ട് പോകുന്നത്. കർത്താവ് പലരുടെയും മുഖച്ഛായ മാറ്റുന്നത് പോലെ ജീവിതത്തിൻ്റെ മുഖച്ഛായ കർത്താവ് മാറ്റുവാനായിട്ട് പോവുകയാണ്. എന്ന് വെച്ചാൽ ചിലപ്പം കരഞ്ഞുകൊണ്ടിരിക്കുന്ന, വിലപിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അനേക നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ടും മറുപടി കാണാതെ ചില ആളുകൾ നിരാശയിൽ വിഷാദത്തിൽ ആയിരിക്കുന്ന ചില ആളുകളുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് നിങ്ങളുടെ ആ മുഖച്ഛായ തന്നെ മാറ്റാൻ പോകുകയാണ്. സന്തോഷിക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, ഒരു മണവാണൽ സന്തോഷിക്കുന്നത് പോലെ സന്തോഷിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നിങ്ങളെ ഇന്ന് കൊണ്ടെത്തിക്കാനായിട്ട് പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്തിട്ടുള്ള സ്പോൺസേഴ്സ്, ആദ്യത്തേത് പാരിപ്പള്ളിയിൽ നിന്ന് രഞ്ജിത്ത് ആൻഡ് രമ്യയാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്ഥലം വിൽക്കുവാൻ, രമ്യയുടെ പേര് റാങ്ക് ലിസ്റ്റിൽ വരുവാൻ, ഗവൺമെൻറ് ജോലി ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, അടുത്ത ഒരു വെൽവിഷറാണ് അടുത്ത എറണാകുളത്ത് നിന്ന് അടുത്ത ഒരു നമ്മുടെ സ്പോൺസർ. താങ്ക് യു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വെൽവിഷൻ്റെ കണ്ണിൻ്റെ പ്രശ്നവും ഡയബറ്റീസും സൗഖ്യമാകുവാൻ, ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ കർത്താവെ അങ്ങ് അത്ഭുതം ചെയ്യണമേ, അങ്ങ് അത്ഭുതം ചെയ്യണമേ, അങ്ങ് അത്ഭുതം ചെയ്യണമേ കർത്താവെ. അങ്ങ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നാളത്തെ ആരാധനകൾ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമല്ലോ. കടന്നു വരണം, സംബന്ധിക്കണം, ഒരുമിച്ച് ചേർന്ന് ആരാധിക്കണം. തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഹൗ ഡിഡ് ദ ജെറിക്കോ വാൾ ഫോൾ, എങ്ങനെയാണ് എരിഹോ മതിൽ വീണത് എന്നതിനെ കുറിച്ച് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം. വേഗത്തിൽ നമുക്ക് കിടക്കാം. ഈ ആഴ്ചയിലെ നമ്മുടെ അവസാനത്തെ ഒരു ഡേയിലെ മോർണിംഗ് ഗ്ലോറിയാണ്. ട്യൂൺ ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. മറ്റുള്ളവരോടുകൂടെ പറയുക, മോർണിംഗ് ഗ്ലോറി നിങ്ങൾക്കൊരു അനുഗ്രഹമാണെങ്കിൽ മാത്രം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കതിൻ്റെ അഭിപ്രായങ്ങൾ ടൈപ്പ് ചെയ്തിടാം. കൂടാതെ മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കാം. ഈ ആഴ്ചയിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, റാഡിക്കൽ ഫെയ്ത്ത്, അസാധാരണമായ വിശ്വാസത്തിൻ്റെ വീര്യത്തോടുകൂടെ ഈ തലമുറയിൽ നമുക്ക് എഴുന്നേൽക്കേണ്ട ആവശ്യമുണ്ട്. ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം, മറ്റുള്ളവരെ രക്ഷിക്കണം. സാധാരണ വിശ്വാസം പോരാ, അസാധാരണമായ വിശ്വാസം. അത് യേശുവിലുണ്ടായിരുന്നു, അപ്പസ്തോലന്മാരിലുണ്ടായിരുന്നു, ബൈബിളിലെ പല കഥാപാത്രങ്ങളിലുണ്ടായിരുന്നു. ചരിത്രത്തിൽ അനേകരിൽ അസാധാരണമായ വിശ്വാസം വ്യാപരിച്ചിരുന്നു. ഇത് സൗജന്യമായ കർത്താവ് തരും. എങ്കിലും അത് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ചിന്തിക്കാൻ പോകുന്നത്. ഹൗ ഡിഡ് ജെറിക്കോ വാൾ ഫോൾ, എങ്ങനെയാണ് എരിഹോ മതിൽ വീണത്? ഹൗ ഡിഡ് ദ ജെറിക്കോ വാൾ ഫോൾ, എങ്ങനെയാ വീണേ? അറിയാവുന്നവരൊക്കെ ഒന്ന് ലൈവ് ചാറ്റിൽ ഒന്ന് ഇട്ട് തരാമോ? നിങ്ങൾ ആ ഭാഗം പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവില്ല. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിലാണ് എരിഹോ മതിൽ വീഴുന്ന കാര്യം എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണത് വീണത്? അത് തള്ളിയിട്ടതാണോ? ഇസ്രായേൽ മക്കൾ എരിഹോ മതിലിൻ്റെ വെളിയിലാണ്, അങ്ങോട്ട് കയറാൻ പിടിച്ചടക്കാൻ ശ്രമിക്കുകയാണ്. എരിഹോ നിവാസികൾ അതിൻ്റെ അകത്താണ്. അവിടെ പട്ടാളക്കാരുണ്ട്, ആർമിയുണ്ട്, ബാക്കിയുള്ളവരുണ്ട്, ജനങ്ങളുണ്ട്. ഇത് തള്ളി താഴെ ഇട്ടാൽ മാത്രം, അല്ലെങ്കിൽ ഈ എരിഹോ മതിൽ ഒന്നുകിൽ വാതിൽ തുറന്നു കിട്ടണം, അതവർ തുറക്കില്ല. കാരണം യുദ്ധത്തിന് വേണ്ടി ഒരു ജനം വരികയാണ്. ഇത് കീഴടക്കിയെങ്കിൽ മാത്രമേ കനാൻ നാട്ടിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. ഞാനിവിടെ എരിഹോ മതിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ സ്വപ്നം പൂവണിയുന്നതിന്, നിങ്ങളുടെ ദർശനം സഫലമാകുന്നതിന്, നിങ്ങളൊരു വാഗ്ദത്തം പ്രാപിക്കുന്നതിന്, ഭാവിയിൽ മുന്നിലേക്ക് പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന, ആകാശം മുട്ടെ നിൽക്കുന്ന കന്മതിൽ എന്താണ്? തടസ്സം എന്താണ്? ആ ബാരിയർ എന്താണ്? അതാണ് എരിഹോ മതിൽ. എന്നാൽ ബൈബിളിലെ എരിഹോ മതിൽ വീണ ചരിത്രം നമുക്കൊന്ന് നോക്കാം. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം ആദ്യത്തെ 5 വാക്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ വായിക്കാൻ പോകുന്നത്. Joshua chapter 6 verse number 1 onwards. Now the gates of Jericho were securely barred because of the Israelites. No one went out and no one came in. Then the Lord said to Joshua, see, I have delivered Jericho into your hands, along with its kings and its fighting men.
March around the city once with all the armed men. Do this for 6 days. Have 7 priests carry trumpets of ram's horns in front of the ark. On the 7th day, march around the city 7 times with the priests blowing the trumpets. When you hear them sound a long blast on the trumpets, have the whole army give a loud shout. Then the wall of the city will collapse and the army will go up, everyone straight in. ഞാൻ ഡിഗ്രി വരെയൊക്കെ സയൻസ് പഠിച്ചാൽ പോകുന്നത്. അപ്പോൾ ഈ ശാസ്ത്ര പുസ്തകങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്. ചെറുപ്പത്തിലെ ചില ശാസ്ത്ര പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോഴും ഒക്കെ ചിലർ അഭിപ്രായപ്പെട്ടത്, ഇവിടെ പറയുന്നതനുസരിച്ച് ഇവരെല്ലാവരും കൂടെ ചുറ്റും നിന്ന് ആദ്യത്തെ 6 ദിവസം ചുമ്മാ നടക്കുക, 7ാമത്തെ ദിവസം കാഹളം മുഴക്കും. നീട്ടി കാഹളം ഊതുമ്പോൾ ഇവർ ഷൗട്ട് ചെയ്യണം, ഉറക്കെ ആർപ്പ് വിളിക്കണം. ഈ ആർപ്പ് വിളിക്കുന്ന സമയത്താണ് ഇതെല്ലാം കൂടെ താഴേക്ക് വീണത്, ഈ യെരിഹോ മതിൽ വീണത്. അപ്പോൾ ഒരു ശാസ്ത്രീയ പരിവേഷം കൊടുത്തുകൊണ്ട്, ശാസ്ത്രീയ എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ട് എഴുതിയിരിക്കുന്നത് റെസനൻസ് കൊണ്ടാണ്. അതല്ലെങ്കിൽ ഇവർ ഭയങ്കരമായ ശബ്ദമുണ്ടാക്കിയ സമയത്ത് അവിടെ ഒരു റെസനൻസ് ഉണ്ടായി. എന്താ അതിനെ പറയുന്നത്? പ്രതിധ്വനിയോ. ഇതിൻ്റെ മാറ്റൊലി എന്നല്ല പറയുന്നത്, ഇതിൻ്റെ ശബ്ദം അടിച്ചിട്ട് അതിൻ്റെ റെസനൻസ്, ട്യൂണിങ് ഫോർക്കൊക്കെ ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ ഇതിങ്ങനെ റെസനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ വരുന്ന അതിനിടയിൽ വരുന്ന ഒരു റെസനേഷൻ ഉണ്ട്. ആ ഒരു ശബ്ദത്തിലാണ് ഇത് താഴെ വീണത്. ചെറുപ്പത്തിൽ വായിച്ചാണ്. ചിലർ ചിന്തിക്കും ഇതൊരു പീരങ്കിപ്പടയായിട്ട് ചെന്നിട്ട് പീരങ്കി കൊണ്ട് ഇടിച്ച് താഴെയിട്ടു, അല്ലെങ്കിൽ തള്ളി താഴെയിട്ടു, കല്ലുകൾ എടുത്ത് മാറ്റി. എങ്ങനെയാണ് യെരിഹോ മതിൽ താഴെ വീണത്? അതിലേക്ക് നമുക്ക് വീണ്ടും റിസർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനു മുൻപ് ഇതിലെ ചില സ്റ്റെപ്പുകൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ആദ്യം പറയുന്നത്, ദ ഗേറ്റ്സ് ഓഫ് ജെറിക്കോ വേർ സെക്യൂർലി ബാർഡ് ബിക്കോസ് ഓഫ് ദി ഇസ്രായേലൈറ്റ്സ്. ഇസ്രായേലിയർ അങ്ങോട്ട് വരികയാണ്. വരുന്നത് കുറേ നാളായി കേൾക്കാൻ തുടങ്ങിയിട്ട്, 10-40 വർഷമായി അവിടെ നിന്ന് ഈജിപ്തിൽ നിന്ന് ഒരു രാജ്യം, ഈജിപ്തിൽ നിന്ന് വലിയൊരു കൂട്ടം മനുഷ്യർ കനാൻ നാട് പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ അവരിങ്ങനെ കറങ്ങി മരുഭൂമിയിൽ നടക്കുകയാണ്. കുറേ പേരൊക്കെ ചത്തൊടുങ്ങുന്നുണ്ട്. പിന്നെ അന്നത്തെ തലമുറയൊക്കെ ഏകദേശം ചത്തൊടുങ്ങി. അതുകൊണ്ട് ഇനി അവർ വരില്ലായിരിക്കാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ സൗണ്ട് കേൾക്കുന്നത്. ഇസ്രായേൽ ജനം യെരിഹോ മതിലിന് നേരെ വരികയാണ്. അന്നത്തെ പുരാതന ലോകത്തിൽ വളരെ ഫോർട്ടിഫൈഡായി, അല്ലെങ്കിൽ കോട്ട കെട്ടി ഭദ്രമാക്കിയ അപൂർവം പട്ടണങ്ങളിൽ ഒന്ന്. പലരും അഭിപ്രായപ്പെടുന്നതനുസരിച്ച് യെരിഹോ പട്ടണം, ജെറിക്കോ പട്ടണമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള, അപ്പോൾ തന്നെ സ്ട്രോങ് ആയി പണിയപ്പെട്ട ഒരു പട്ടണം എന്ന് പറയുന്നവരുമുണ്ട്. ഏതായാലും അവിടുത്തെ ജനം, ഇസ്രായേൽ ജനം വരുന്നു എന്ന് കേട്ടപ്പോൾ അവർക്ക് അതിഭയങ്കരമായ ഭയമുണ്ടായി. എല്ലാ കോട്ടവാതിലുകളും അടച്ചു. യെരിഹോ മതിലിനുള്ളിൽ നിന്ന് ഒരാൾക്ക് പോലും പുറത്തേക്ക് പോകാൻ സാധ്യമല്ല. ഒരാൾക്ക് പോലും ക്രയവിക്രയത്തിനോ എവിടേക്കെങ്കിലും പോകാൻ വേണ്ടി അകത്തേക്കും വരാൻ സാധ്യമല്ല. അതുപോലെ കോട്ടയ്ക്കുള്ളിൽ അവരിങ്ങനെ ജീവിക്കുകയാണ്. ദൈവം യോശുവയോട് പറയാൻ, സി ഐ ഹാവ് ഡെലിവേർഡ് ജെറിക്കോ ഇൻ ടു യുവർ ഹാൻഡ്സ് അലോങ് വിത്ത് ഇറ്റ്സ് കിങ് ആൻഡ് ഇറ്റ്സ് ഫൈറ്റിംഗ് മെൻ. അവിടുത്തെ രാജാവ്, അവിടുത്തെ സൈന്യം, എല്ലാവരും ഉൾപ്പെടെ ഈ യെരിഹോ പട്ടണത്തെ ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. ദൈവം എപ്പോഴും ചെയ്യുന്നൊരു കാര്യം ഇതാണ്. ദൈവം ആദ്യമേ തന്നെ ഒരു വാഗ്ദത്തം അങ്ങ് കൊടുക്കും. ഇനി നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ വാഗ്ദത്തം നേടിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ യെരിഹോ പട്ടണത്തെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ നിനക്ക് ഈ പട്ടണത്തെ തന്നു കഴിഞ്ഞിരിക്കുന്നു, അത് നിൻ്റെതാണ്. ഇനി ആകെ ചെയ്യേണ്ടത് നീ പോയി അങ്ങ് എടുക്കുക, നീ അങ്ങ് പോയി അതിനെ പിടിച്ചെടുക്കുക, അത്രയും മാത്രം ചെയ്താൽ മതി. 3-ാം വചനത്തിൽ, മാർച്ച് അറൗണ്ട് ദ സിറ്റി വൺസ് വിത്ത് ഓൾ ദി ആംഡ് മെൻ. ഇനി എടുക്കേണ്ട മെത്തേഡ് കൂടെ പറയുന്നുണ്ട്. സ്റ്റെപ്പുകൾ കർത്താവ് തന്നെ കൊടുക്കുകയാണ്.
God is giving Joshua a strategy to capture Jericho. യെരിഹോയെ പിടിക്കാൻ കർത്താവ് തന്നെ വഴി പറഞ്ഞു കൊടുക്കുന്നു. അതിൽ ആദ്യം ചെയ്യേണ്ടത്, ദിസ് ഇസ് എ സ്ട്രേഞ്ച് സ്ട്രാറ്റജി. ഇതിനു മുൻപ് ചരിത്രത്തിൽ ആരും അത് ചെയ്തിട്ടില്ല. അതിനുശേഷം പഴയ നിയമത്തിലെ എല്ലാ പുസ്തകവും വായിച്ചാലും മറ്റൊരു സ്ഥലത്തും ഇതേ സ്ട്രാറ്റജിയിൽ പോയി ഒരു പട്ടണത്തെയോ രാജ്യത്തെയോ കീഴ്പ്പെടുത്തിയിട്ടും ഇല്ല. കർത്താവ് പറഞ്ഞത്, മാർച്ച് അറൗണ്ട് ദ സിറ്റി വൺസ് വിത്ത് ഓൾ ദി ആംഡ് മെൻ. ഒറ്റ പ്രാവശ്യം സകല ആയുധധാരികളായ പടയാളികളുമായി നിങ്ങൾ ഒരു പ്രാവശ്യം സിറ്റി മുഴുവനും റൗണ്ട് ചെയ്യണം, അതിന് ചുറ്റും നടക്കണം. ഓക്കെ, ഡു ദിസ് ഫോർ 6 days. Day 1, Day 2, Day 3, Day 4, Day 5, Day 6. 6 ദിവസം നിങ്ങളിതിന് ചുറ്റും എല്ലാവിധ സൈന്യവുമായി നിങ്ങൾ ചുറ്റും നടക്കണം. Have 7 priests carry trumpets of ram's horns in front of the ark. കൂടാതെ 7 പുരോഹിതന്മാർ ആട്ടുകൊമ്പ് കൊണ്ടുള്ള കാഹളം, നമ്മളതിനെ ഷോഫാർ എന്നാണ് വിളിക്കുന്നത്, അതെടുത്തിട്ട് ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുമ്പിൽ നടക്കണം, ഇൻ ഫ്രണ്ട് ഓഫ് ദി ആർക്ക്. എൻ്റെ അർത്ഥം, ഇവരിങ്ങനെ മാർച്ച് ചെയ്യുന്ന സമയത്ത് ദൈവത്തിൻ്റെ പെട്ടകവും കയ്യിലുണ്ട്, ചുറ്റും നടക്കണം കാഹളവുമായി. ഓൺ ദ 7th day, ഈ 6 ദിവസവും നടക്കുമ്പോൾ എല്ലാവരും വളരെ ശാന്തരായി സൈലൻസിലാണ് നടക്കുന്നത്. ആരും ഒന്നും ശബ്ദിക്കുന്നില്ല, ഈ കാഹളവും മുഴക്കുന്നില്ല, കൈ പിടിച്ചോളാനേ പറഞ്ഞിട്ടുള്ളൂ. ഓൺ ദ 7th day, മാർച്ച് അറൗണ്ട് ദ സിറ്റി 7 times. എന്നാൽ 7ാം ദിവസം 7 പ്രാവശ്യം ചുറ്റണം. വിത്ത് ദ പ്രീസ് ബ്ലോയിങ് ദ ട്രംപറ്റ്സ്. ആ സമയത്ത് പുരോഹിതന്മാർ കാഹളം മുഴക്കണം. When you hear them sound a long blast on the trumpets, have the whole army give a loud shout. ഈ പുരോഹിതന്മാർ പല പ്രാവശ്യം ഇങ്ങനെ കാഹളം വിളിക്കും, പക്ഷേ നീട്ടി വിളിക്കണം. ഒരു പ്രത്യേക ട്യൂണിൽ ഈ ഷോഫാർ നീട്ടി വിളിക്കുന്ന സമയത്ത് എല്ലാ ആർമിയും ഉറക്കെ ചേർന്ന് ഭയങ്കരമായി ഉറക്കെ ആർപ്പ് വിളിക്കണം. Then the wall of the city will collapse. ആ സമയത്ത് ഈ മതിൽ താഴെ വീഴും. And the army will go up, everyone straight in. എല്ലാവരും നേരെ അതിലേക്ക് പ്രവേശിക്കുക, അതിനെ ക്യാപ്ചർ ചെയ്യുക. That's all. That's simple. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ്രായേൽ ജനത്തിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുവാണെങ്കിൽ 40 വർഷം യാത്ര ചെയ്ത് they are now at the threshold of fulfilling the promise. ദൈവിക വാഗ്ദത്തം നിറവേറുന്നതിൻ്റെ തൊട്ടുമുമ്പിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് ഇത്രയും വലിയൊരു വാൾ, ആ വാളിൻ്റെ സൈസൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ഭാഗത്തൊന്ന് വായിച്ചു നോക്കാം. ഭയങ്കര ഉയരം, അതുപോലെ തന്നെ വീതി. ആ വീതിയുള്ള മതിലിൻ്റെ മുകളിൽ വീടുകളുണ്ട്. അത്രയ്ക്ക് വീതിയുള്ള മതിൽ നമ്മളൊക്കെ കെട്ടുന്നത് പോലെ ഒരു ഇഷ്ടിക വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കെട്ടുന്ന പരിപാടിയല്ല ഇത്. വളരെ ചൈനീസ് വൻമതിൽ പോലെ വലിയ വീതിയുള്ള ഭയങ്കരമായ ഒരു മതിലാണത്. ആ മതിൽ ദൈവം പറയുന്നത് വീണോളും, നീ ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇവരുടെ കയ്യിൽ പീരങ്കിയില്ല, ഇവരുടെ കയ്യിൽ ബോംബില്ല, ഇവരുടെ കയ്യിൽ വേറെ ആയുധങ്ങളൊന്നുമില്ല. കയ്യിലുള്ളത് വാളോ പരിചയമോ കുന്തമോ ഇതൊക്കെ മാത്രമേ അവരുടെ കയ്യിൽ കാണും. പക്ഷെ ഒരു സിറ്റിയെ പിടിക്കാൻ വേണ്ടി അവർ പോകുമ്പോൾ ദൈവം പറഞ്ഞു കൊടുക്കുന്ന ഒരു മെത്തേഡാണിത്. ആദ്യത്തേത് എനിക്ക് മനസ്സിലായത്, ഹോൾഡ് ഓൺ ടു ദ പ്രോമിസ്. വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുക. കാരണം I have delivered Jericho into your hands. ഈ പട്ടണത്തെ ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. ഇത് എവിടെ തുടങ്ങിയാണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ അബ്രഹാമിനോട് പല പല ഘട്ടങ്ങളിലായി നിന്റെ സന്തതി പരമ്പരകളെ ഞാൻ ഈ ഭൂമിയിൽ കനാൻ നാട്ടിൽ കൊണ്ടുവരും എന്ന് വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു,
അബ്രഹാമിന് ഒരു കുഞ്ഞു പോലും ഇല്ലാത്ത സമയത്ത് ദൈവം അബ്രഹാമിനോട് പറയാൻ, നിന്റെ തലമുറകൾ ഒരു സമയത്ത് 400 വർഷം ഒരു രാജ്യത്ത് ജീവിച്ച ശേഷം വലിയ ശക്തിയോടും അവിടെയുള്ള വലിയ സമ്പത്തോടും കൂടെ, സമ്പന്നതയോടും കൂടെ അവർ പുറപ്പെട്ടു വരും. ഒരു രാജ്യം സ്ഥാപിച്ച് പണിയുവാനുള്ള സകലവിധ റിസോഴ്സസുമായി അവരുടേക്ക് തിരിച്ചു വരും. അപ്പോൾ പല തലമുറകളായി ആവർത്തിച്ച് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നൽകിയ വാഗ്ദത്തങ്ങളുടെ ഒരു കൂമ്പാരം ഇവരുടെ കയ്യിലുണ്ട്. ഹോൾഡ് ഓൺ ടു ദ പ്രോമിസ്. ആദ്യത്തെ സ്ട്രാറ്റജി, മുമ്പിൽ ഒരു വലിയ തടസ്സം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു നിൽക്കുന്നുണ്ടെങ്കിൽ മുറുകെ പിടിക്കേണ്ടത് എന്താണെന്നറിയാമോ? ദൈവം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള സകല വാഗ്ദത്തങ്ങളെയുമാണ്. അതെല്ലാം ഓർക്കണം, അതിനെ മുറുകെ പിടിക്കണം. ഇതാണ് ആദ്യത്തേത്, ഉറച്ച് അതിന്മേൽ പിടിക്കണം. നമ്പർ 2 അവിടെ പറയുന്നത്, അതിനുശേഷം ഇവർ 6 ദിവസം ഓരോ പ്രാവശ്യം ഇത് ചുറ്റാനാണ് പറയുന്നത്, അല്ലേ? 6 ദിവസം ഓരോ പ്രാവശ്യം ഇതിനെ ചുറ്റുക. ഈ 6 ദിവസം ആവർത്തിച്ച് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? ദ പവർ ഓഫ് റെപ്പറ്റീഷൻ. പല കാര്യങ്ങളും ആവർത്തിക്കുമ്പോൾ അതിന് ഒരു ശക്തിയുണ്ട്. ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആവർത്തിച്ച് സ്തുതിക്കുമ്പോൾ, ആവർത്തിച്ച് വാഗ്ദത്തങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതിന് ഒരു ശക്തി ഉണ്ട്. ദ പവർ ഇൻ റെപ്പറ്റീഷൻ. വേണമെങ്കിൽ അതിനെ ഇങ്ങനെ പറയാം, ക്ലെയിം ഇറ്റ് റിപ്പീറ്റഡ്ലി, കൺഫസ് ഇറ്റ് റിപ്പീറ്റഡ്ലി. ദൈവം തന്ന വാഗ്ദത്തത്തെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, 1984 മുതലാണെന്നാണ് എൻ്റെ ഓർമ്മ, ദൈവം തന്നിട്ടുള്ള വാഗ്ദത്തങ്ങൾ ഞാൻ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു പുസ്തകത്തിലല്ല, പല പുസ്തകങ്ങളായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരിടയ്ക്ക് ഞാനിതെല്ലാം കൂടി ടൈപ്പ് ചെയ്തു. ദൈവം തന്ന വാഗ്ദത്തങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ചെയ്തു നിർത്തരുത്, 2-ാം ദിവസം പറഞ്ഞു നിർത്തരുത്, 3-ാം ദിവസം വാഗ്ദത്തത്തെ ക്ലെയിം ചെയ്ത് നിർത്തരുത്. പല പ്രാവശ്യം ഇവിടെ 6 ദിവസം, അത് 6 ആഴ്ചയാകാം, 6 മാസമാകാം, 60 മാസമാകാം. എത്രയായാലും വാഗ്ദത്തത്തെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ മേൽ നടകൊള്ളണം, അതിനെ കൺഫസ് ചെയ്യണം, അതുമായി നടക്കണം. ഇവരത് കൂടാതെ ഒരു പെട്ടകവുമായിട്ടാണ് നടന്നതെന്നുള്ള പറഞ്ഞിട്ടുണ്ട്, അല്ലേ? പുരോഹിതന്മാർ, 7 പുരോഹിതന്മാർ പെട്ടകത്തിന് മുമ്പിൽ കാഹളവുമായിട്ടാണ് നടക്കുന്നത്. വേറെ ഒരു പരിപാടിയില്ല. കാഹളം കൈ പിടിച്ചിട്ടുണ്ട്, പക്ഷെ ആരും സംസാരിക്കുന്നില്ല. ആദ്യത്തെ 6 ദിവസം സംസാരിക്കാൻ, വാതുറക്കാൻ അവർക്ക് അനുവാദമില്ല. എന്ന് വെച്ചാൽ നെഗറ്റീവ് ടോക്സിന് ഒരവസരം ഉണ്ടാകരുത്. എങ്ങാനും ജോഷ് അവരോട് പറഞ്ഞിരിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ ഒറ്റ പ്രാവശ്യം ചുറ്റും ഇങ്ങനെ കറങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞാൽ, ആ പോകുന്ന വഴിക്ക് മോശ അന്ന് പറഞ്ഞതും പറയാത്തതും, പിന്നെ നമ്മൾ കുറേ പേരൊക്കെ ചത്തുപോയി, എന്ത് ദൈവമായത്, ഈ മരുഭൂമിയിൽ കൊല്ലാൻ വേണ്ടിയാണോ ദൈവം കൊണ്ടുവന്ന്? നമ്മുടെ അപ്പച്ചന്മാരൊക്കെ വെറുതെ അവിടെ മരിച്ചുപോയി, പിന്നെ നമ്മൾ മാത്രം ഇവിടെ വന്നപ്പോൾ ഇതാ കാണുന്നത്. ഇങ്ങനെയുള്ള സകലവിധ നെഗറ്റീവായ ടോക്സും അവിടെ ഉണ്ടായേനെ. ദൈവം യോശുവോട് പറഞ്ഞു, ഒരൊറ്റ എണ്ണം മിണ്ടി പോകരുത്, മിണ്ടാതെ നടക്കുക, റിപ്പീറ്റ് ചെയ്യുക. കാൽ വയ്ക്കുന്ന ദേശമൊക്കെ തരാമെന്ന് പണ്ട് അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശം ഞാൻ തന്നേക്കാം. സോ ട്രെഡ് അപ്പോൺ ദ പ്രോമിസ്ഡ് ലാൻഡ്. എൻ്റെ ചുറ്റും നടക്കുക. ഓക്കെ, അതാണ് അവിടെ ആ പെട്ടകമാണ് ഇവർ ചുവന്നുകൊണ്ട് നടക്കുന്നത്. പെട്ടകം കാണിക്കുന്ന ദൈവ സാന്നിധ്യത്തെ കൂടിയാണ്. ദൈവ സാന്നിധ്യത്തിലേ ഇതെല്ലാം ചെയ്യാവൂ. ഹലോ അന്ന് ലൈവ് ചാറ്റിലിട്ടെ, ദൈവ സാന്നിധ്യത്തിൽ മാത്രമേ ഇതെല്ലാം ചെയ്യാവൂ, ജീവിക്കാവൂ. ദൈവ സാന്നിധ്യത്തിൽ മാത്രമേ നടക്കാവൂ. ദൈവ സാന്നിധ്യത്തിൽ മാത്രമേ ചുറ്റി നടക്കാവൂ. ദൈവ സാന്നിധ്യത്തിലാണ് വാഗ്ദത്തങ്ങളെ നമ്മൾ വിളിച്ചു പറയേണ്ടത്. ഓക്കെ, ഇനി അവസാനമാണ് അവർക്കൊരു പെർമിഷൻ ഉള്ളത്. നീട്ടി കാഹളമൂതുമ്പോൾ ഷൗട്ട് വിക്ടറി ലൗഡ്. ഉറക്കെ ആർപ്പ് വിളിക്കണം. എൻ്റെ ഒരു
ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഈ ആർപ്പ് വിളി ആക്ച്വലി ഇറ്റ് വാസ് എ ഷൗട്ട് ഓഫ് വിക്ടറി. ഇറ്റ് വാസ് നോട്ട് എ വാർ ക്രൈ. ഈ വാർ ക്രൈ കേട്ടിട്ടുണ്ടല്ലോ. വാർ ക്രൈ എന്ന് പറയുമ്പോൾ യുദ്ധത്തിന് വേണ്ടി ഒരുമ്പെടുന്ന സമയത്ത് ഇവിടെ നിന്ന് ചാർജ് ചെയ്യും. ഒരു വാർ ക്രൈ ഉണ്ട്. ഒരു വെല്ലുവിളി ശബ്ദത്തിൽ നമ്മൾ ഗോലിയാത്തിൻ്റെയും ദാവീദിൻ്റെയൊക്കെ ആ കഥയിലൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു വാർ ക്രൈ ഉണ്ടായി. അവൻ വിളിക്കും, നീ എന്നെ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ വാർ ക്രൈ ഉണ്ട്. ഇത് വാർ ക്രൈ അല്ല, ദിസ് ഈസ് എ ഷൗട്ട് ഓഫ് വിക്ടറി. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, വി ആർ നോട്ട് ഫൈറ്റിംഗ് ഫോർ വിക്ടറി, ബട്ട് വി ആർ ഫൈറ്റിംഗ് ഫ്രം വിക്ടറി. ഓൾറെഡി ഇവർ വിക്ടേഴ്സ് ആണ്. കാരണം എന്താണ്? ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഈ ദേശം അല്ലെങ്കിൽ എരിഹോയെ ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കും. ഈസ് യോഴ്സ്, എടുത്തോ. ആരാ പറയുന്നത്? ഇതിൻ്റെ എല്ലാ അധികാരിയാണ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, ഈ പോയങ്ങ് എടുത്താൽ മതി. അതിന് വേണ്ടിയുള്ള സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. ചുറ്റും നടക്കുക 6 ദിവസം ഒരു പ്രാവശ്യം വീതം. 7ാമത്തെ ദിവസം 7 പുരോഹിതന്മാർ കാഹളം ഊതുക. നീട്ടി കാഹളം ഊതുന്ന സമയത്ത് ജനങ്ങൾ മുഴുവനും അവരുടെ ശ്വാസകോശത്തിൽ എത്ര പ്രാവശ്യം ശ്വാസം നിറക്കാമോ നിറച്ചുകൊണ്ട് ഉറക്കെ ആർപ്പ് വിളിക്കുമ്പോൾ യെരിഹോ മതിൽ താഴെ വീഴും. തള്ളാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഓരോ കല്ല് പറ്റുന്നത് പോലെ എടുത്തു മാറ്റുക പറഞ്ഞു. നിങ്ങൾ അതിൻ്റെ മുകളിൽ ഗൗണി വെച്ച് കയറിയ ശേഷം അവിടെ നിന്ന് തള്ളിയിടാൻ പറഞ്ഞു. നോ, ഇതൊന്നും നിങ്ങൾ ചെയ്യണ്ട. അതിലൊരു ദ്വാരമുണ്ടാക്കി കയറാൻ പറഞ്ഞു. ഇല്ല. ആ കോട്ട വാതിൽ ഇടിച്ചു പൊളിച്ച് അകത്തോട്ട് കയറാൻ പറഞ്ഞു. ഇല്ല. നിങ്ങളാകെ ചെയ്യേണ്ടത്, ഞാൻ തന്ന വാഗ്ദത്തം വിശ്വസിച്ച് ചുറ്റും നടന്ന് അതിൽ ഒരു ജയഭേരി മുഴക്കുക, അതിലൊരു വലിയ ഘോഷം മുഴക്കുക, ആർപ്പ് വിളിക്കുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. അപ്പോഴും ഒരു സംശയം, എന്നാലും ഇത് എങ്ങനെയാ വീണത്? അതല്ലേ നമ്മൾ അറിയേണ്ടത്. ഇത് എങ്ങനെ വീണു? അതിൻ്റെ ഉത്തരം കിടക്കുന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലാണ്. 11-ാം അധ്യായം 30-ാമത്തെ വചനം നോക്കി. By faith the walls of Jericho fell. Very simple. വിശ്വാസത്താൽ എരിഹോ മതിൽ വീണു. വാളില്ല, കുന്തമില്ല, പരിചയമില്ല, ബോംബില്ല, മിസൈലില്ല, ഡൈനമിറ്റ് ഇല്ല, ഇതൊന്നുമില്ല. വിശ്വാസത്താൽ. പറഞ്ഞേ, വിശ്വാസത്താൽ. റാഡിക്കൽ ഫെയ്ത്ത്. ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ? ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ഒച്ച വയ്ക്കുമ്പോൾ, ആർപ്പ് വിളിക്കുമ്പോൾ ഈ ഒരു മതിൽ വീഴുന്ന ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയും? അവർ പറയും, ഇവർക്ക് സംതിങ് സംഭവിച്ചിട്ടുണ്ട്. ഇത് വട്ടുപിടിച്ച കുറേ ജനങ്ങൾ വന്നിട്ട് ഇതിൻ്റെ ചുറ്റും നിന്ന് ഏവിങ്ങനെ ഭയങ്കരമായി ഒച്ച വെച്ചാൽ ഇതെങ്ങാലും വീഴുമോ? എത്ര വർഷമായി വളരെ സ്ട്രോങ് ആയി പണിത് വെച്ചിട്ടുള്ളത് എങ്ങനെ വീഴാൻ എന്ന് ജനം ചിന്തിക്കും. പക്ഷെ ഓർക്കണം, ദൈവത്തെ അസാധാരണമായ രീതിയിൽ വിശ്വസിക്കുമ്പോൾ ഒരു സൂപ്പർ നാച്ചുറൽ ആക്ടിവിറ്റി വെളിപ്പെടും. എർത്തിലി റെലമിനപ്പുറത്ത്, നാച്ചുറൽ റെലമിനപ്പുറത്ത് ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറലായ ചില മിറക്കിൾസ് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. എപ്പോഴാണെന്ന് അറിയാമോ? വെൻ യു ഹാവ് റാഡിക്കൽ ഫെയ്ത്ത്. അതിഭയങ്കരമായ വിശ്വാസം അകത്തുണ്ടെങ്കിൽ അത് സംഭവിക്കും. മോസ്റ്റ് പ്രോബബ്ലി അവിടെ നടന്നിട്ടുള്ളത് എന്താണെന്ന് ഞാൻ പറയാം. ഒരു എർത്ത് ക്വാക്ക്, ഒരു ഭൂകമ്പം അവിടെ ഉണ്ടായി കാണും. ഒരു ഭൂകമ്പം. ആ ഭൂകമ്പത്തിൽ ആ മതില് എവിടെയാണ് പണിതിട്ടുള്ളത് അതേ സ്ഥലത്തേക്ക് മുഴുവൻ ഭൂമിയുടെ അടിയിലേക്ക് ഇരുന്നു പോയി. അതുകൊണ്ടാണ് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ, നാൽക്കാലികൾ ഉൾപ്പെടെ സകലവുമായി അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ഏകദേശം ഒരു ലെവൽ ഗ്രൗണ്ടിലൂടെ നടക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ വടക്ക് ഭാഗത്തിൽ നോർത്തേൺ വാളിൻ്റെ ഒരു പീസ് മാത്രം വീണില്ല. കൃത്യമായി ആ എർത്ത് ക്വാക്ക് അല്ലെങ്കിൽ ഭൂകമ്പത്തെ കർത്താവ് ഡിസൈൻ ചെയ്തു. കാരണം അവിടെയാണ് രാഹാബിൻ്റെ വീടിരിക്കുന്നത്. അത് സ്പെയർ ചെയ്യാം, അതിനെ വീഴ്ത്തില്ലെന്ന് ദൈവം നേരത്തെ വാഗ്ദാനം കൊടുത്തിരുന്നു. അതിനനുസരിച്ച് അവിടെ സംഭവിച്ചു. ഇതിന് സിമിലറായി ഒരു സംഭവം അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് 22 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ
ആ പൗലൂസിനെയും ശീലാസിനെയും പിടിച്ച് കാരാഗൃഹത്തിലിടുന്നു. കാരാഗൃഹത്തിൽ അവർ അർദ്ധരാത്രിയിൽ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ഭൂകമ്പമുണ്ടായി. എന്നിട്ട് അതിൻ്റെ അടിത്തറ വരെ കുലുങ്ങി അത് കൊളാപ്സ് ചെയ്ത് താഴെ വീണു. ആർക്കും ഒരു അപകടവുമില്ല. അന്ന് രാത്രി ഒരു സ്നാന ശുശ്രൂഷ നടന്നു. കാരാഗൃഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഞാനിങ്ങനെ വിശ്വസിക്കുന്ന തടവുള്ളികളിലും ഒത്തിരി പേര് വിശ്വസിച്ച് കാണും. എപ്പോഴാണ് ഈ കൈ രണ്ടും ചങ്ങലയിൽ കിടക്കുന്ന, കാലുകളും ചങ്ങലയിൽ കിടക്കുന്ന രണ്ടപ്പസ്തോലന്മാർ ഒരുമിച്ച് പാടി ആരാധിച്ച സമയത്ത് ഈ കാരാഗൃഹം മുഴുവൻ വീഴുന്ന ഒരു ഭൂമി കുലുക്കം അവിടെ ഉണ്ടാകണമെങ്കിൽ അവരോ അവരുടെ പാർട്ടിയിൽപ്പെട്ടവരോ എന്തെങ്കിലും മൈൻ പൊട്ടിച്ചതോ ബോംബ് വെച്ചതോ അല്ല, അവരുടെ ആർപ്പിന് അല്ലെങ്കിൽ അവരുടെ സ്തുതിക്ക്, അവരുടെ ആരാധനയ്ക്ക് അത്രയും ശക്തി ഉണ്ടായിരുന്നു. നിങ്ങളുടെ ആരാധനയ്ക്ക് ശക്തിയുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, നിങ്ങളെ സ്തുതിക്കുന്നതിന് ശക്തിയുണ്ട്. അപ്പോൾ യെരിഹോ മതിൽ എങ്ങനെയാണ് വീണത്? വിശ്വാസത്താൽ. നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സം എങ്ങനെ വീഴും, താഴെ വീഴും? വിശ്വാസത്താൽ. നിങ്ങൾക്ക് മോർണിംഗ് ഗ്ലോറി അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കണം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് വെക്കണം. എന്നിട്ട് എല്ലാ ഗ്രൂപ്പുകളിലും ഇതിട്ട് കൊടുക്കുക. ഒത്തിരി പേര് കർത്താവിൻ്റെ സൂപ്പർ നാച്ചുറൽ പവർ അനുഭവിക്കട്ടെ, ആ വിശ്വാസത്തിലേക്ക് വരട്ടെ, റാഡിക്കൽ ഫെയ്ത്ത് ഉണ്ടാകട്ടെ. ഈ ബ്രദറിൻ്റെ പേര് ഗോപി എന്നാണ്. താൻ സ്ഥിരമായി ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. താൻ പറഞ്ഞത് ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ഭാര്യയ്ക്ക് വൈറൽ ഫീവർ വന്നു. അതിന് തന്നെ ഭാര്യയെ ഹോസ്പിറ്റലൈസ് ചെയ്ത സമയത്ത് തന്നെ തൻ്റെ മകൾക്കും അസുഖം പിടിപെട്ടു. അങ്ങനെ ഭാര്യയും മകളും ഒരുമിച്ച് ഹോസ്പിറ്റലിൽ കഴിയുന്ന സമയത്ത് തനിക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഉണ്ടായത്. അന്ന് ഭാര്യയുടെയും മകളുടെയും ചികിത്സകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ ഒത്തിരി സാമ്പത്തിക ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി. തന്നെയല്ല, താൻ തന്നെയാണ് അവരുടെ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഓടി നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല. താൻ പെയിൻറ്റിങ് വർക്കുകളെല്ലാം കോൺട്രാക്റ്റ് എടുത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ദീർഘനാളുകൾ ഹോസ്പിറ്റലൈസ് ചെയ്തിരുന്നത് കൊണ്ടും ഈ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തനിക്ക് വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. താൻ പറഞ്ഞത് താൻ കടം വാങ്ങിച്ച് ചോദിച്ചവരെല്ലാം തനിക്ക് കടം കൊടുത്തു. കുറേ കഴിഞ്ഞപ്പോഴേക്കും തനിക്ക് ആരും കടം കൊടുക്കാതായി. അങ്ങനെ താൻ അതിനിടയ്ക്ക് തൻ്റെ മകള് മരിച്ചു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു ദിവസം താൻ നാട്ടിൽ വന്നു. തൻ്റെ സഹോദരിമാരോടൊക്കെ അല്പം പണം വാങ്ങിക്കാൻ വേണ്ടിയാണ് വന്നത്. കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിക്കാറുള്ള വ്യക്തിയായിരുന്നു. അന്ന് അങ്ങനെ അറിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞിങ്ങനെ കൊട്ടാരക്കരയിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, അന്ന് താൻ ഇവിടെ ഉണ്ടായിരുന്നു, ഒന്ന് പോയി അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ താൻ ഇവിടെ വന്ന് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ആദ്യമായി അറ്റൻഡ് ചെയ്ത സമയത്ത് ബ്രദറിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഭയങ്കര സാമ്പത്തിക ഞെരുക്കമാണ്. അപ്പോൾ ഈ സഹോദരൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് താൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബാംഗ്ലൂരിൽ നിന്നും തനിക്കൊരു ഫോൺ കോൾ വന്നു. ആ ഫോൺ കോൾ ഇപ്രകാരമായിരുന്നു: 60,000 രൂപ വില വരുന്ന അല്ലെങ്കിൽ കോസ്റ്റ് വരുന്ന ഒരു വർക്ക് തനിക്ക് ഇങ്ങോട്ട് വിളിച്ചു കൊടുത്തു. വർക്ക് ലഭിച്ചു 60,000 രൂപയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. ഈ സഹോദരൻ പറഞ്ഞത് ഏതാണ്ട് 20,000-ഓളം രൂപ ആ വർക്കിന് ശേഷം തനിക്ക് ലാഭമായി ലഭിച്ചു. തന്നെയുമല്ല, അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഒത്തിരി വർക്കുകൾ ലഭിച്ചു. തൻ്റെ സാമ്പത്തിക ഞെരുക്കങ്ങളെല്ലാം കർത്താവ് മാറ്റിക്കൊടുത്തു എന്നാണ് ഈ ബ്രദർ പറഞ്ഞത്. വെരി എൻകറേജിങ്. ഞാനൊരു കാര്യം പറയും, ഇന്ന് സാമ്പത്തിക ഞെരുക്കത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കുക, നിങ്ങൾക്ക് വേണ്ടി ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക വിടുതലുകൾ, അങ്ങനെ പറയുന്നത് ശരിയല്ല, സാമ്പത്തിക വിടുതലുകളുടെ പരമ്പര തുടങ്ങാൻ പോവുക. അദ്ദേഹത്തിന് അതാ സംഭവം. ഒരു വർക്കല്ല, അതിനുശേഷം ഇങ്ങോട്ട് പല വർക്കുകൾ കിട്ടാൻ തുടങ്ങി. കൈകൾ ഉയർത്തിപ്പിടിക്കാം. കർത്താവ് ഈ സാക്ഷ്യം കേട്ടല്ലോ. സാമ്പത്തിക വിടുതലുകൾ ഇത് കേൾക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞെരുക്കങ്ങൾ മാറട്ടെ. ആവശ്യത്തിനുള്ളത് കർത്താവ് നിന്റെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ബ്രദർ.
കർത്താവ് ജനത്തെ അനുഗ്രഹിക്കുന്നു. എല്ലാവരെയും അങ്ങ് തൊടണമേ. വലിയ വിശ്വാസം കൊടുക്കണമേ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈകൾ നീട്ടി നിങ്ങൾക്ക് വേണ്ടത് സ്വീകരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ബ്ലെസ് ദം ഫാദർ. ആമേൻ. പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. ബ്ലെസ്സിംഗ് ദ ബുക്സ് കരസ്ഥമാക്കുക. ഈ ഓരോ ദിവസവുമുള്ള നമ്മുടെ മോർണിംഗ് ഗ്ലോറി നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. 24/7 നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ ചാനൽ വാച്ച് ചെയ്യുക, മറ്റുള്ളവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നാളെ രാവിലെ 8 മണിക്ക് 10 മണിക്ക് ആരാധനകളുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ബ്ലെസ്സിംഗ് സെൻറ്ററിൽ വന്ന് നേരിട്ട് ദൈവത്തെ ആരാധിക്കാം. ഓൺലൈൻ മാത്രം പോരാ, നേരിട്ട് വരാൻ സമയമായി. ഗോഡ് ബ്ലെസ് യു. തിങ്കളാഴ്ച രാവിലെ മോർണിംഗ് ഗ്ലോറിയിൽ വീണ്ടും കാണാം. God bless you. Bye-bye.